ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയപുത്രൻ മൂലം തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ബഹുമാനരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇന്നും നമുക്ക് പതിവ് പോലെ തിരുസന്നിധിയിലേക്ക് വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇതുവരെ അധ്യക്ഷത നടത്തുകയും ദൈവവചനം നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഇരു കർത്താവിന്റെ ദാസന്മാർക്കും വിശേഷാൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ മധ്യത്തിലുള്ള ദൈവദാസന്മാരെ ബഹുമാനത്തോടെ ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പഠിച്ചു വന്നിരുന്ന ആ ഭാഗത്തിന് ഇന്ന് ഉപസംഹാരം കുറിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചതിനെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാനും, കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ മുതൽ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിപ്പാനും 6 മുതൽ 19 വരെയുള്ള അല്ലെങ്കിൽ 18 വരെയുള്ള അധ്യായങ്ങളെ എടുത്ത് പഠിക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതുവരെ നാം നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ കർത്താവായ യേശു വരും. പഴയ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ലാത്ത, അതുകൊണ്ട് ആദിമ ക്രൈസ്തവർക്ക് പോലും, ആദിമ നൂറ്റാണ്ടിലെ സഭകൾക്ക് പോലും അറിവില്ലാതിരുന്ന ഒരു വിഷയമായിരുന്നു ഉൽപ്രാവണം എന്നുള്ളത്. മനസ്സിലായോ? പഴയ നിയമത്തിൽ എങ്ങും പ്രവചനങ്ങളോ വാഗ്ദത്തങ്ങളോ ഇല്ലാത്ത, അതുകൊണ്ട് തന്നെ ആദിമകാല ക്രൈസ്തവ സഭകൾക്ക് അജ്ഞമായിരുന്ന ഒരു മർമ്മമായിരുന്നു കർത്താവായ യേശുവിൻ്റെ മേഘപ്രത്യക്ഷത എന്നുള്ളത്. മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പ്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം, ഈ 2 കൂട്ടരുടെയും എടുക്കപ്പെടൽ എന്നിവ ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക് അത്ര പരിചിതമായ കാര്യങ്ങളല്ലായിരുന്നു. തെസ്സലോനിക്ക സഭയ്ക്കും ഉണ്ടായ വിഷയം അതാണ്. കൊരിന്ത്യ സഭയുടെ പ്രശ്നം അതായിരുന്നു. കൊരിന്തിലും തെസ്സലോനിക്കയിലുമൊക്കെ വേറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ അവിടങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. കൊരിന്ത്യ സഭയിൽ ഇത് ഒരു ആശങ്കാപരമായതും തെറ്റായ പഠിപ്പിക്കലുകൾ കൊണ്ട് സഭ കുഴങ്ങിയതുമായിരുന്നു. അതുകൊണ്ടാണ് ലേഖനങ്ങളിലെ ഏറ്റവും ദീർഘമായ ഒരു അധ്യായം പൗലോസ് ഇതേ സംബന്ധിച്ച് പറവാൻ മാറ്റിവെച്ചത്. പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ. കൊരിന്ത്യ സഭയുടെ ഒരു വിഷയമായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം പൗലോസ് അത്ര ദീർഘമായ ഒരു അധ്യായം എഴുതിയത് ഈ വിഷയത്തെ തരണം ചെയ്യുവാൻ സഭയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ടാണ് പൗലോസ് 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഊന്നിപ്പറയുന്നത്. യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. 15-ന്റെ 3-ാമത്തെ വാക്യമാണ്.
ഒന്ന് വായിച്ചോളൂ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മ്യൂട്ടായല്ലോ മോളെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12000 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചതു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്രിസ്തീയ പ്രസംഗങ്ങളും ഇതിൽ അധിഷ്ഠിതമായിരിക്കണം. മുൻപ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ ഇന്നത്തെ കൺവെൻഷൻ പ്രസംഗങ്ങൾ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്കും പറയാതെയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ സന്ദേശങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ ക്രിസ്തുമയമാണ്. വേദപുസ്തകത്തിന്റെ കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തുവാണ്. പൗലോസ് അക്കാര്യം എടുത്തു പറയുന്നു. യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തീർന്നില്ല, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളത് വെറുതെ പറയുകയല്ല. അന്ന് പൗലോസ് ഇത് എഴുതുന്ന സമയത്ത് ജീവിച്ചിരുന്ന വ്യക്തികളെ സാക്ഷികളാക്കിക്കൊണ്ടാണ് പറയുന്നത്. ആർക്കൊക്കെ ഉയർത്തെഴുന്നേറ്റ് യേശു പ്രത്യക്ഷനായി എന്ന് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പൗലോസ് ആദ്യം സ്ഥാപിക്കുന്നത് യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഏറ്റവും അടിസ്ഥാന ഘടകം ഇതാണ്. യേശുവിന്റെ തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള മരണം, അടക്കം, ഉയർപ്പ്. എന്നിട്ട് പറയുകയാണ്, യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവരായ നമ്മെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും ക്രിസ്തുവിനോട് കൂടെ. ഇപ്പൊ കൊരിന്ത്യ സഭയ്ക്ക് സംശയം, രണ്ട് സംശയങ്ങളായിരുന്നു. കാതലായ സംശയം, മരിച്ചവർ ഉയർക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ പ്രശ്നം ചിലരൊക്കെ പറഞ്ഞു പരത്തി, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ഉയർത്തിട്ടില്ല. പൗലോസ് അത് ഈ അധ്യായത്തിൽ ഉറപ്പിച്ചു പറയുന്നു. 1-ാം അധ്യായം മുതലേ പൗലോസ് അത് പറയുന്നുണ്ട്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത് 1-ാം അധ്യായം മുതലേ പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവശക്തിയായ ക്രിസ്തുവിനെ കുറിച്ചാണ്. സ്തോത്രം. അത് പറഞ്ഞു വന്നിട്ടാണ് മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റി കൊരിന്ത്യ സഭയ്ക്കുള്ള സംശയത്തെ പൗലോസ് ലീഹ മാറ്റിക്കൊടുക്കുന്നത്, വിസ്തരിച്ചു പറഞ്ഞു. എന്നിട്ടാണ് 50 മുതൽക്കുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. സഹോദരന്മാരെ,
മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ കുറിച്ച്, സഭയെ ചേർക്കുവാൻ വരുന്നതിനെ കുറിച്ച് പ്രവചനങ്ങളില്ല. അത് പഴയ നിയമത്തിൽ എന്തായിരുന്നു? ഒരു മർമ്മം. വീണ്ടും ഞാൻ പറഞ്ഞു, ആദിമ ക്രൈസ്തവ സഭയ്ക്കും അത് ഒരു മർമ്മമായി തന്നെ തുടർന്നു. യേശു വരുമെന്ന് പഴയ നിയമത്തിൽ പ്രവചനങ്ങളുണ്ട്. പക്ഷേ ഏതു വരവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ? രാജാവായിട്ട് ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ച് പഴയ നിയമക്കാർക്ക് അറിയുമായിരുന്നുള്ളൂ. സഭ തന്നെ മർമ്മമായിരുന്നത് കൊണ്ട് സഭയെ ചേർക്കുവാനുള്ള യേശുവിന്റെ വരവും അവർക്ക് മർമ്മമായി തന്നെ ഇരുന്നു. ആദിമ ക്രൈസ്തവ സഭ അധികവും പഴയ നിയമ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. ബാക്കിയുള്ളത് എട്ടും പൊട്ടും അറിയാത്ത ജാതികളിൽ നിന്ന് യേശുവിൽ വിശ്വസിച്ച് വന്നവരും. പഴയ നിയമ യഹൂദന്മാരിൽ നിന്ന് വന്ന യഹൂദ ക്രിസ്ത്യാനികൾക്കും യേശുവിന്റെ മേഘപ്രത്യക്ഷത മർമ്മമായി തന്നെ തുടർന്നു. ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവർക്ക് അത് അജ്ഞവുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫോളോയിങ് മീ? സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ മലയാളം മാത്രം അധികം ഈ ദിവസങ്ങൾ ഉപയോഗിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചും ക്രിസ്തുവിങ്കലേക്കുള്ള സഭയുടെ വിശുദ്ധന്മാരുടെ എടുക്കപ്പെടൽ ആഗമനം സംബന്ധിച്ചും ആദിമ നൂറ്റാണ്ടിലെ സഭ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നത് അല്പമായിട്ടായിരുന്നു. ആ വിഷയത്തിൽ അവർക്ക് ചില ആശങ്കകളും ഉണ്ടായി. അതുകൊണ്ട് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് ഉറപ്പു തരുന്ന നമ്മുടെ ഉയർപ്പും, കുഴപ്പമില്ലല്ലോ, യേശുവിന്റെ ഉയർപ്പും ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് ഉറപ്പു തരുന്ന നമ്മുടെ ഉയർപ്പും പൗലോസ് 49-ാം വാക്യം വരെ, 1 കൊരിന്ത്യർ 15-ന്റെ 49-ാം വാക്യം വരെ പ്രതിപാദിച്ചു, വിവരിച്ചു പറഞ്ഞു. എന്നിട്ട് 50-ാം വാക്യത്തിൽ പറഞ്ഞു വന്നിട്ട് 51-52 പറഞ്ഞു, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് പൗലോസ് മർമ്മമായി അവിടെ പറഞ്ഞത്? പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, യേശുക്രിസ്തു വരും, സഭയെ ചേർക്കുവാനുള്ള വരവ്. അന്ന് എന്ത് സംഭവിക്കും? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അത് ഒരു മർമ്മമാ. എല്ലാവരും മരിക്കത്തില്ല എന്നുള്ളതൊരു മർമ്മമാ. ക്രിസ്തു വരും, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും.
എല്ലാവരും മരിക്കില്ല. കണ്ണിമയ്ക്കുന്നിടയിൽ ജീവനോടിരിക്കുന്ന മരിക്കാത്ത നാം രൂപാന്തരപ്പെടും. വീണ്ടും പറയുന്നു മർമ്മം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. കണ്ടോ, യേശുവിന്റെ മേഘപ്രത്യക്ഷത, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം, മരിച്ചുപോയ വിശുദ്ധന്മാരുടെ അക്ഷയതയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഇവയെല്ലാം കൊരിന്ത്യ സഭയ്ക്ക് എന്തായിരുന്നു? മർമ്മമായിരുന്നു. കൊരിന്ത്യ സഭയ്ക്ക് ഇതെല്ലാം മർമ്മമായിരുന്നു. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ദൈവം നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇന്ന് നമുക്കിതൊക്കെ വെളിപ്പാടായിട്ടിരിക്കുകയാണ്. ഇനിയും മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ ചിന്തിച്ച തെസലോനിക്ക ലേഖനത്തിലെ വിഷയം, 1 തെസലോനിക്കർ 4-ാം അധ്യായത്തിലും 13 മുതൽക്കുള്ള വിഷയങ്ങളിൽ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 തെസലോനിക്കർ 4:13. ഫസ്റ്റ് തെസലോനിയൻസ് 4:13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കണ്ടോ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ആദിമ ദൈവസഭയ്ക്ക് വലിയ നിശ്ചയം ഇല്ലായിരുന്നു. കുറഞ്ഞപക്ഷം തെസലോനിക്ക സഭയ്ക്ക്. കൊരിന്ത്യ സഭയുടെ നമ്മൾ കണ്ടു, തെസലോനിക്ക സഭയുടേതും ഏതാണ്ട് അതുപോലെ തന്നെ പറയുകയാണ്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതേ വിഷയം തന്നെയാണ് റോമാസഭയോടും പൗലോസ് പറയുന്നത്. ഒൻപത്, 10, 11 അധ്യായങ്ങളിൽ, വിശേഷിച്ച് 11-ാമത്തെ അധ്യായത്തിൽ യഹൂദന്റെ യഥാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ ഉയർപ്പ് നടക്കാൻ പോകുന്നു എന്ന വാർത്ത പതിനൊന്നിന്റെ 25 വരുമ്പോൾ പൗലോസ് അവിടെയും പറയുന്നു, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കൊരിന്ത്യ സഭയ്ക്ക്, തെസലോനിക്ക സഭയ്ക്ക്, അതുപോലെ റോമാ സഭയ്ക്ക്, ഉദാഹരണത്തിന് ഇത്രയും മതിയല്ലോ. പിന്നെ പത്രോസ് എഴുതുമ്പോഴും ഇത് തന്നെയാ. 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, പലരും വന്ന് പറയുന്നു, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവർക്കും വലിയ നിശ്ചയം ഈ വിഷയത്തിൽ ഇല്ല. പത്രോസ് അവരെ അക്കാര്യം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. 3-ാമത്തെ അധ്യായം 2 പത്രോസിൽ. അതിന്റെ ഒടുവിൽ പത്രോസ് പറയുന്നു, നമ്മുടെ പ്രിയ സഹോദരൻ പൗലോസും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും ഉണ്ടല്ലോ. എന്നിട്ട് അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ഇപ്പൊ നമ്മളെ തെസലോനിക്ക ലേഖനത്തിലൊക്കെ തന്നെ കണ്ട ചില വാക്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പത്രോസും പറഞ്ഞേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ, പുതിയ നിയമത്തിലെ വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള വേദഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്ന്.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ച് പൗലോസ്ലീഹ പറഞ്ഞ ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അത്ര എളുപ്പമല്ലാത്തതാണെന്ന് പത്രോസും ഇവിടെ സാക്ഷിക്കുന്നു. എന്നിട്ട് പത്രോസ് പറയുകയാണ്, അസ്ഥിരന്മാരായ ചില മനുഷ്യർ എന്ത് ചെയ്യുന്നു? അസ്ഥിരന്മാരും അറിവില്ലാത്തവരും അജ്ഞരും അസ്ഥിരന്മാരുമായ ചിലർ ശേഷം തിരുവെഴുത്തുകളെ പോലെ, പൗലോസ് എഴുതിയ തിരുവെഴുത്തുകളും പ്രത്യേകിച്ച് കർത്താവിന്റെ വരവുമായുള്ള ബന്ധത്തിൽ എഴുതിയ തിരുവെഴുത്തുകളും അവരുടെ നാശത്തിനായി എന്ത് ചെയ്യുകയാ? കോട്ടിക്കളയുന്നു, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, അർത്ഥം പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവും ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല അവരെടുക്കുന്നത്, അത് കോട്ടിക്കളയുന്നു. അങ്ങനെ കോട്ടിക്കളഞ്ഞാൽ അത് അവരുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ റോമാ സഭയോ കൊരിന്ത്യ സഭയോ തെസലോനിക്ക സഭയോ ഒക്കെ ഈ വിഷയങ്ങളിൽ അജ്ഞരായിരുന്നു. അവർക്കൊക്കെ ഈ വിഷയം 1-ാം നൂറ്റാണ്ടിലും മർമ്മമായിരുന്നു. പിന്നെ അവർക്ക് അറിയാമായിരുന്ന ഒരു സംഗതി പഴയ നിയമത്തിൽ ഉടനീളം പറഞ്ഞിരുന്ന യഹോവയുടെ ദിവസം എന്നതിനെ കുറിച്ചായിരുന്നു. അതാണ് നാം 2 തെസലോനിക്കർ 2-ാം അധ്യായത്തിൽ കണ്ടത്. അവരാകപ്പാടെ കൺഫ്യൂഷനിലായി, ആശയക്കുഴപ്പത്തിലായി. അവർക്കാകെ കൂടെ അറിയാവുന്ന ഒരു കർത്താവിന്റെ വരവ് യഹോവയുടെ നാൾ എന്ന നിലയിൽ ഉള്ളതായിരുന്നു. പക്ഷേ പൗലോസ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു 4-ാം അധ്യായത്തിൽ, 1 തെസലോനിക്കർ 4-ാം അധ്യായത്തിൽ, അല്ല, കർത്താവ് വരും, നമ്മള് രൂപാന്തരപ്പെടും, മരിച്ചവർ ഉയർക്കും, നമ്മളെല്ലാരും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. പക്ഷേ 2-ാം ലേഖനത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമത്തിൽ അവർ കേട്ട് പരിചയിച്ച സംഭവം കഴിഞ്ഞു എന്ന ഒരു വാർത്ത അവർ കേട്ടു. അവരാകെ അങ്കലാപ്പിലായി. അപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, അല്ലല്ലല്ല, ആ പഴയ നിയമത്തിലെ യഹോവയുടെ നാൾ വരണമെങ്കിൽ അതിനു മുമ്പ് ഈ വിധ കാര്യങ്ങളൊക്കെ നടക്കണം. നമ്മളത് പഠിച്ചതാണല്ലോ, അതുകൊണ്ടാണ് അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടത്, ആവർത്തിക്കാതെ. അപ്പോൾ പഴയ നിയമത്തിൽ യേശുവിന്റെ മേഘ പ്രത്യക്ഷതയെപ്പറ്റി രേഖകളില്ല. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കും അത് മർമ്മമായി തന്നെ നിന്നിരുന്നു. അപ്പോസ്തലന്മാർക്കാണ് പരിശുദ്ധാത്മാവിനാൽ ആ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതും അവർ ആദിമ സഭകളെ അത് പഠിപ്പിച്ചു കൊടുത്തതും. എന്നിട്ടും അവർക്ക് ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടായി. അപ്പോസ്തലന്മാർ വീണ്ടും അത് അവർക്ക് തെളിയിച്ചു കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. ഒരു കാര്യവും കൂടെ എടുത്തു പറയുന്നു. ഫിലിപ്പ് ലേഖനം 3:20, ഫിലിപ്പിയർ 3:20, ഫിലിപ്പീൻസ് 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് ദൈവസഭയുടെ പൗരത്വവും ദൈവസഭയുടെ പ്രതീക്ഷയും നമ്മുടെ കാത്തിരിപ്പും വേറെ ഒന്നിനും വേണ്ടിയല്ല, ഒറ്റ ഒരാൾക്ക് വേണ്ടിയാണ്.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുകയാണ് നാം. വിശദീകരണം കൂടാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മഹാപീഠയിലൂടെ ദൈവസഭ കടന്നു പോകുമെങ്കിൽ അവർ അങ്ങനെയാണെങ്കിൽ ആദ്യം കാത്തിരിക്കുന്നത് ആരെയാകണം? എതിർക്രിസ്തുവിനെ, അധർമ്മമൂർത്തിയെ. എന്നാൽ ദൈവസഭ കാത്തിരിക്കുന്നത് രക്ഷിതാവായ കർത്താവായ യേശു, രക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് വരുന്ന കർത്താവായ യേശുവിനെ. ഇത്രയൊക്കെ തെളിച്ചം പോരെ നമുക്ക്? സ്തോത്രം. ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാനോ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുക്കാനോ ഒക്കെ ആരെങ്കിലും സഭകളിലൊക്കെ വിളിക്കുകയാണെങ്കിൽ, ബൈബിൾ സ്കൂളിൽ ഒഴികെ മറ്റെവിടെങ്കിലുമൊക്കെ ആണെങ്കിൽ ആവശ്യപ്പെടാറുള്ള ഒരു സംഗതിയാണ്, പാസ്റ്ററെ ആ അന്തിക്രിസ്തുവിനെ കുറിച്ചും 666 കുറിച്ചും ഒക്കെ ശരിക്കൊന്ന് വിശദമാക്കണേ. 2-3 ദിവസം അങ്ങേ അറ്റം പോയാൽ ഒരാഴ്ചത്തെ ക്ലാസ്. അതിൽ 666 കുറിച്ചും എതിർക്രിസ്തുവിനെ കുറിച്ചും കേൾക്കാനാണ് ആൾക്കാർക്ക് ഏറെ ഇഷ്ടം, ജിജ്ഞാസ. ഞാൻ പക്ഷേ അവരോടും പറയാറുണ്ട്, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ വലിയൊരു വിവരണം ഒരുപക്ഷെ എന്നിൽ നിന്നുണ്ടാവില്ല. കാരണം എതിർക്രിസ്തുവിനെ കുറിച്ച് അധികം പഠിച്ചിട്ടോ 666 കുറിച്ച് അധികം അറിഞ്ഞിട്ടോ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പിന്നെ മുമ്പ് എബ്രാം ജോസഫ് പാസ്റ്റർ പറഞ്ഞ പോലെ ഈ നിത്യാഗ്നിയെ കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഭയപ്പെട്ടെങ്ങാണോ ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നെങ്കിലേ ഉള്ളൂ. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ആ പേടി അങ്ങ് പോവും. പിന്നെ സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട് പോക്ക് പോകും. മനസ്സിലാകുന്നേ? അപ്പോൾ ദൈവസഭ കാത്തിരിക്കുന്നത് രക്ഷിതാവായി സ്വർഗത്തിൽ നിന്നും വരുന്ന ഈ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയാണ്. നമുക്ക് എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷതയല്ല, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് പ്രധാനം. സ്തോത്രം. എതിർക്രിസ്തു വരും, അവൻ പ്രത്യക്ഷനാകും, അധർമ്മമൂർത്തി വെളിപ്പെടും, ഒക്കെ ശരിയാ, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ കാത്തിരിപ്പ് അതിനു വേണ്ടിയല്ല. നാം അതൊക്കെ കാണും, നേരിട്ട് കാണും. നേരിട്ട് കാണും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് കാണണമെന്ന് നിർബന്ധമില്ല. ഇതിനേക്കാൾ നല്ല കാഴ്ച കർത്താവിന്റെ കൂടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ കാണുന്നതാ. അന്ന് സംശയങ്ങളൊന്നും കാണത്തില്ല. ഇനി അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവ് നേരിട്ട് അതിന് മറുപടി, സംശയ നിവാരണം വരുത്തുന്നു. സംശയങ്ങൾ കാണത്തില്ലെന്ന്. ഇനി അഥവാ ഉണ്ടെന്നിരുന്നോട്ടെ എന്ന പോലും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെയല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ദൈവസഭയുടെ ഉൽപ്രാവണവുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നാം കണ്ടു ദൈവസഭയുടെ പ്രത്യാശ ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച പോലും അല്ല എന്ന്.
അതേക്കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഞാൻ ഓർപ്പിച്ച ഒരു 5 കാര്യങ്ങൾ ഒന്നും കൂടെ ഓർപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ആമുഖം. While we were dealing with the introduction of the book of Revelation, we had divided the book of Revelation into 4 or 5 parts. As it is the book of the Lamb. വെളിപ്പാട് പുസ്തകം കുഞ്ഞാടിന്റെ പുസ്തകം എന്ന നിലയിൽ നാം അതിനെ ഒന്ന് വിഭജിച്ചിരുന്നു. ആ വിഭജനം ഒന്നും കൂടെ പറയുക. ഒന്നാമത്തെ ഭാഗം നമ്മൾ കണ്ടു. വെളിപ്പാട് പുസ്തകം 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങളിൽ the witness of the lamb instructed. The witness of the lamb instructed. കുഞ്ഞാടിന്റെ സാക്ഷിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. കുഞ്ഞാടിന്റെ സാക്ഷിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ 4ഉം 5ഉം അധ്യായങ്ങളാണ്. 4ഉം 5ഉം അധ്യായങ്ങളിൽ worship of the lamb invited. Worship of the lamb invited. 4ഉം 5ഉം അധ്യായങ്ങളിൽ കുഞ്ഞാടിന്റെ ആരാധനയ്ക്ക് വേണ്ട ക്ഷണമാണ്, കുഞ്ഞാടിന്റെ ആരാധനയ്ക്ക് വേണ്ട ആഹ്വാനമാണ് ഉള്ളത്. സ്തോത്രം. Worship of the lamb invited. മൂന്നാമത്തേത് ചാപ്റ്റേഴ്സ് 5 to 19. 6 to 19 എന്ന് വെച്ചാലും കുഴപ്പമില്ല. അവിടെ നമ്മൾ കാണുന്നത് the wrath of the lamb invoked. The wrath of the lamb invoked. കുഞ്ഞാടിന്റെ കോപം ജ്വലിക്കുന്നു. കുഞ്ഞാടിന്റെ കോപം ജ്വലിക്കുകയാണ് അവിടെ. നാലാമത്തെ ഭാഗമാണ് നാം 20ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 20ാമത്തെ അധ്യായത്തിൽ the reign of the lamb instituted. The reign of the lamb instituted. കുഞ്ഞാടിന്റെ വാഴ്ച തുടങ്ങുന്നു. കുഞ്ഞാടിന്റെ വാഴ്ച. അവിടെയായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നത്. 1000 ആണ്ട് വാഴ്ചയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചത്. അത് ഓർപ്പിക്കാനാണ് ഞാൻ ഈ ഒരു ഡിവിഷൻ, ഈ ഒരു പാർട്ടീഷൻ ഒന്നും കൂടി എടുത്തു പറയുന്നത്. 5ാമത്തെ ഭാഗമാണ് 21ഉം 22ഉം അധ്യായങ്ങൾ. Wife of the lamb introduced. Wife of the lamb introduced. കുഞ്ഞാടിന്റെ കാന്തയെ പരിചയപ്പെടുത്തുന്നു. 21ഉം 22ഉം അധ്യായങ്ങളിൽ കുഞ്ഞാടിന്റെ കാന്തയെ കാണുകയാണ്. Wife of the lamb introduced. 21, 22 അധ്യായങ്ങൾ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് അതിലെ 4ാമത്തെ ഭാഗമാണ് reign of the lamb instituted. കുഞ്ഞാടിന്റെ
ഭരണത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. സകല സൃഷ്ടികളും കാത്തിരിക്കുന്നത് കുഞ്ഞാട് നീതിയോടെ ഭരിക്കുന്ന ഒരു ഭരണകാലത്തേക്കാണ്. സ്തോത്രം. കുഞ്ഞാടിന്റെ ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ. പഴയ നിയമത്തിൽ ധാരാളം ഭാഗങ്ങളുണ്ട് കർത്താവിന്റെ ഭരണത്തെ പറ്റി. ഉൽപ്പത്തി മുതൽ നമ്മൾ കണ്ടിരുന്നല്ലോ. പുതിയ നിയമത്തിലും നാം ധാരാളം, പഴയ നിയമത്തിലേതുപോലെ നാം കാണുന്നില്ലെങ്കിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ ഏറ്റവും വ്യക്തതയോടെ 1000 ആണ്ടെന്നുള്ളത് ഈ വെളിപ്പാട് 20-ാമത്തെ അധ്യായത്തിലാണ്. അതുകൊണ്ട് പല പ്രശസ്തരായ വേദ വ്യാഖ്യാതാക്കളും ഉൾപ്പെടെ ഉള്ളവർ 1000 ആണ്ട് വാഴ്ചയെ നിഷേധിക്കുന്നവരാണെന്നുള്ള കാര്യവും കൂടെ ഓർക്കുക. അതുകൊണ്ട് പ്രശസ്തന്മാരായ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരുടെ പ്രശസ്തി കൊണ്ട് അത് ശരിയാണെന്നൊന്നും കരുതരുത്. അപ്രമാദിത്വമുള്ള ആരും ഉലകത്തിലില്ല. ഇന്നറൻസിയുള്ള ആരും ലോകത്തിലില്ല. എത്ര വലിയ വേദപഠിതാക്കളായാലും പണ്ഡിതന്മാരെന്ന് പറയുന്നവരായാലും തെറ്റുപറ്റാം. അതുകൊണ്ട് നമുക്ക് വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിന്റെ രാജവാഴ്ചയെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം എന്ന് കരുതുന്നു. ഡോക്ടർ ലൂക്ക് എഴുതിയ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30 തൊട്ട് 33 വരെയാണ്. ഒന്ന് നോക്കിക്കോളൂ. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവൻ ആകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ രാജവാഴ്ചയെ കുറിച്ചുള്ള പുതിയ നിയമത്തിലെ ആദ്യ പരാമർശമാണ് ഇവിടെ. സ്തോത്രം. പഴയ നിയമത്തിൽ പ്രവചനങ്ങളുണ്ട്. കൂടാതെ അത് നമ്മൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് തന്നെ മറ്റൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അന്ന് ആ കാര്യങ്ങൾ വിശദീകരിക്കാം. തൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. അതിന് അവസാനമുണ്ടാകയില്ല. സ്തോത്രം. നിത്യരാജാവായി നമ്മുടെ കർത്താവ് വാഴും. നിത്യരാജാവായി. സ്തോത്രം. അതിന്റെ തുടക്കം ഈ ഭൂമിയിൽ തന്നെ 1000 ആണ്ട് വാഴ്ചയോടുകൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വേറെയും പല ഭാഗങ്ങളുണ്ട്. സ്തോത്രം. അവിടേക്കും നമുക്ക് പിന്നീടെത്താം. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഭാഗങ്ങൾക്കൊരു ഉപസംഹാരം എന്നതുപോലെയാണ് ഇന്നത്തെ നമ്മുടെ ഈ പഠനം കൊണ്ടുപോയത്.
എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ഈ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ മുതൽ നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയായിരിക്കും. പക്ഷേ 10 കന്യകമാര് ഈ രഹസ്യവരവിനോ പരസ്യവരവിനോ വല്ലതും കാത്തിരിക്കുന്നവരാണോ, അതോ വേറെ ആരെങ്കിലും? അതും ഇതുമായിട്ട് ബന്ധമില്ല. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ പൊതുവെ നമ്മുടെ ഇടയിലുള്ള വ്യാഖ്യാനം അത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ചാണെന്ന്. എന്നാൽ അല്ല, പ്രത്യേകിച്ച് സഭയുമായിട്ട് അതിന് ബന്ധമില്ല. 10 കന്യകമാരെന്നുള്ളതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു വന്നിട്ടുള്ളത് മണവാട്ടികൾ എന്ന നിലയില. ഇവർ കന്യകമാരാണ് എന്നത് ശരിയാണ്, പക്ഷേ അവർ ആരല്ല? മണവാട്ടികളല്ല. ക്രിസ്തുവിന് എത്ര മണവാട്ടിമാരുണ്ട്? ഒരു മണവാട്ടി, ഒരാളേ ഉള്ളൂ. ഇവിടെ പറയുന്ന 10 പേർ മണവാട്ടിയുമായി സഭയുമായി ബന്ധപ്പെട്ടവരല്ല. കല്യാണം കഴിഞ്ഞിട്ട് മണവാളനും മണവാട്ടിയും കൂടെ വരുന്ന ഒരു വരവുണ്ട്. ഇന്നും ഇസ്രായേലിൽ അങ്ങനത്തെ പതിവുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ഇടയ്ക്കും വായിച്ചറിഞ്ഞത്. ഇന്നും ഈ 2004 യഹൂദന്മാർക്കിടയിലെ വിവാഹത്തിന്റെ ഒരു ഭാഗമാണിതത്രേ. നമ്മുടെ കല്യാണങ്ങളിൽ ഇതിന് സമാനമായ ഒരു സംഗതി കാണാറുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്നെല്ലാം ഈവന്റ് മാനേജ്മെന്റുകാരാ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കല്യാണങ്ങളിലും ഇപ്പം പാസ്റ്റർമാർ പോലും എവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈവന്റ് മാനേജ്മെന്റുകാരും ഫോട്ടോഗ്രാഫേഴ്സുമാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പം ബ്രൈഡൽ മാർച്ച് എന്നും പറഞ്ഞൊരു സംഗതിയുണ്ട്. പിന്നെ ആ സമയത്തും എന്തുവാ മണവാട്ടിയുടെ തോഴിമാരായിട്ടൊക്കെ കുറച്ച് കൊച്ചു പെൺപിള്ളേരെ പിടിച്ച് നിർത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ റിസപ്ഷനിലും ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം റിസപ്ഷന് വേണ്ടി, നാട്ടിൽ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല, ഇവിടെയൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഭയങ്കര ആഘോഷമാണ്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. പെണ്ണും ചെറുക്കനും പോയി വസ്ത്രമൊക്കെ മാറിയിട്ട് വരുമ്പോഴേക്കും അല്പസമയം ആകുമെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിൽ അത്രയും സമയം എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടേഴ്സ് തിന്നാൻ കൊണ്ടിക്കൊടുക്കും. അതുമൊക്കെ കുറിച്ച് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെണ്ണും ചെറുക്കനും വരുന്നത് കാത്തിരിക്കും. അപ്പോഴേക്കും റിസപ്ഷന്റെ സ്റ്റേജ് ചെറുക്കന്റെ കൂട്ടുകാർ കൈയടക്കിയിരിക്കും. സ്റ്റേജ് അവരിങ്ങനെ ഓരോന്ന് അനൗൺസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആങ്കർ ചെയ്യുന്ന ഒരു ആണോ പെണ്ണോ ആരെങ്കിലും ഒരാൾ കാണും. ചെറുക്കന്റെ അടുത്ത ആരെങ്കിലും, മണവാളന്റെ അടുത്ത ആരെങ്കിലും ആയിരിക്കും. കൂട്ടുകാരായിരിക്കാം, ഒരുപക്ഷെ വീട്ടുകാരായിരിക്കാം. ആങ്കറിങ് അവരായിരിക്കും. അവരിങ്ങനെ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റേജിലേക്കാണ്. സ്റ്റേജിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതും നന്നായിട്ടൊക്കെ ആങ്കർ ചെയ്യുന്നവരാണെങ്കിൽ ആൾക്കാർ വളരെ ശ്രദ്ധിക്കും. ടിവിയിലൊക്കെ ആൾക്കാർ ആങ്കർ ചെയ്യുന്നത് പോലെ ഇവർ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആങ്കർ അനൗൺസ് ചെയ്യുന്നത്, നമ്മുടെ മണവാളനും മണവാട്ടിയും വരുന്നു. അപ്പോഴേക്കും ഈ സ്റ്റേജിൽ ഇതുവരെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നയാളിൽ നിന്ന് ശ്രദ്ധ മുഴുവനും പുറയിലേക്കാവും. പെണ്ണും ചെറുക്കനും ആ സദസ്സിന്റെ ഏറ്റവും പുറകിൽ വന്നിട്ടുണ്ടാകാം, ആ ഹോളിന്റെ. അവരെ സ്വീകരിച്ചു കൊണ്ടുവരുവാൻ ഒരുങ്ങി വളരെ നേരമായി കാത്തു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈവന്റ് മാനേജ്മെന്റുകാരോ
അല്ലെങ്കിൽ സഭയിലെ പിള്ളേരോ ആരെങ്കിലും ഒക്കെ. ഇതിനോട് സമാനമായ ഒരു രീതിയാണ് യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞ ചെറുക്കനും പെണ്ണും അവർ ഏത് സമയത്തും വരും. ഇന്ന സമയത്ത് വരുമെന്നൊന്നുമില്ല. പക്ഷെ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ പേരെ, നമ്മുടെ നാട്ടിലെ താലപ്പൊലി എന്നൊക്കെ പറയുന്നത് പോലെ, വെളിച്ചവുമായിട്ടൊക്കെ ഇങ്ങനെ കാത്തു നിർത്തും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിലെ കല്യാണം 99.99% രാത്രിയിലാണ്. വിളക്കുകളൊക്കെ തെളിയിച്ച് ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ കാത്തു നിൽക്കുന്ന മണവാളനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന സ്വീകർത്താക്കൾ മാത്രമാണ് ഈ കന്യകമാർ. അത് യഹൂദനുമായുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ല. ആ കന്യകമാർ സഭയല്ല, ക്രിസ്തുവിന് കന്യക മാത്രമല്ല മണവാട്ടിയും കൂടെയാണ്. അങ്ങനെ ഒറ്റ മണവാട്ടിയേ ഉള്ളൂ, 10 പേരില്ല. 10 പേരിൽ നിന്ന് 5 പേരെ കൊണ്ടുപോകുന്ന പരിപാടിയില്ല. ഒറ്റ മണവാട്ടി. മണവാളൻ മണവാട്ടിയുമായി ഏത് സമയത്ത് വന്നാലും അവരെ സ്വീകരിക്കുവാൻ എണ്ണയും വിളക്കും ഒരുക്കവുമായി ഇരിക്കുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞത്. നമ്മുടെ ഇവിടെയൊക്കെ റിസപ്ഷന് വേണ്ടിയിട്ട് വരുമ്പം, ഇപ്പോഴൊക്കെ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു റിസപ്ഷനിൽ കണ്ടു, പെണ്ണും ചെറുക്കനും ഇങ്ങനെ നടന്നു വരുമ്പോൾ അവർ നടന്നു വരുന്നതിന്റെ 2 സൈഡിലും എന്തൊക്കെയോ പുക നിറച്ച കുടമൊക്കെ വെച്ചിരിക്കുക. അവർ വരുമ്പോഴത്തേക്കിന് ഒരാൾ ഓടി നടന്ന് ഇതെല്ലാം അഴിച്ചുവിടും. മുഴുവൻ പുകയാ. പുകയ്ക്കകത്തൂടാണ് ഇവർ വരുന്നത്. ഇനി പുകയ്ക്ക് മണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ. സപ്പോസ് പെണ്ണും ചെറുക്കനും വരുമ്പോൾ ഈ പുക അഴിച്ചു വിടേണ്ട, ഇവിടെ ലൈറ്റ് കത്തിക്കേണ്ട, 2 സൈഡിൽ നിന്നും തോരണങ്ങളോ വർണ്ണക്കടലാസുകളോ ഒക്കെ ഇങ്ങനെ വിതറേണ്ട ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ എന്ത് ഗതിയാ? ഇതുപോലെ മണവാളനും മണവാട്ടിയുമായി വരുമ്പോൾ സ്വീകരിക്കേണ്ടവരാണ് ഈ കന്യകമാർ. പക്ഷേ അതിൽ നിന്നുപോലും ചിലർ തള്ളപ്പെടുന്നു. യഹൂദന്റെ തള്ളപ്പെടലിനെയാണ് കർത്താവ് അവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഭയുമായി ബന്ധത്തിൽ അല്ലത്. സ്തോത്രം. മറ്റ് ഒന്നുമില്ല എന്ന് കരുതട്ടെ. എങ്കിൽ പ്രിയരെ, നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രത്യാശയായ കർത്താവിൻ്റെ മേഘങ്ങളിലെ വരവിനായി നമുക്ക് അത്യാർത്തിയോടെയും വിശുദ്ധിയോടെയും ഒരുങ്ങാം. ഇന്നലെ രാത്രി ഒടുവിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ കർത്താവിൻ്റെ വരവാണ് നമ്മുടെ പ്രത്യാശ. അതാണ്, ആ പ്രത്യാശയാണ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രേരകം. കർത്താവിന് വേണ്ടി കഷ്ടവും നഷ്ടവും ഉപദ്രവങ്ങളും സഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നതും ഈ പ്രത്യാശയാണ്. സുവിശേഷം അറിയിക്കുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും പ്രേരകമായിരിക്കുന്നതും ഈ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയാണ്. അതുകൊണ്ട് അത് കൈവിടാതെ ഓരോ ദിവസവും അത് കൂടുതൽ കൂടുതൽ ഉറപ്പിച്ച് നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.